ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിങ്ങനെ തന്നെയാണോ നിറയെ വെള്ളം ഒഴിച്ച് തന്നെയാണോ ഇടുന്നത് ഈ ടബിലെല്ലാം? ഞാൻ എന്നും ഇതുപോലെ ഈ ടാങ്കിൽ നിന്നാണ് ഈ ടാങ്കിൽ നിന്നും വെള്ളം ഇങ്ങനെ കോരിയെടുത്താണ് എല്ലാത്തിലും കൊണ്ട് ഒഴിക്കുന്നത്. ഇതുപോലെ എല്ലാത്തിലും എല്ലാ ടബിലും നിറയെ വെള്ളം, എത്ര വയ്യെങ്കിലും എല്ലാത്തിലും നിറയെ കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് നിറച്ച് വെക്കും ഞാൻ. ഇനിയിപ്പം വെയിലും കൂടെ ആയത് കാരണം നല്ലവണ്ണം വെള്ളം വേണം. പെട്ടെന്ന് വൈകുന്നേരം ഇത്രയും ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ തന്നെ എല്ലാത്തിലും വെള്ളം കുറഞ്ഞിരിക്കും. ഇങ്ങനെ എല്ലാത്തിലും നല്ല നിറയെ. അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഇങ്ങനെ, നമുക്ക് ഓസൊന്നുമില്ല, നമ്മൾ ഈ ടാങ്കിൽ നിന്നും കോരിയാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പായലെല്ലാം ഫുള്ളായിട്ട് ഓവർഫ്ലോ ചെയ്യണം. ഓവർഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ വെള്ളമല്ല പായലും അങ്ങ് പുറത്തോട്ടങ്ങ് പോവും. അപ്പം നമ്മൾ കൂടുതലും കൈ കൊണ്ട് എടുത്തുകൊണ്ടേ ഇരിക്കണ്ട. കുറേയൊക്കെ പോവും കേട്ടോ, കുറച്ചേ പോവുള്ളൂ, എന്നാലും കുറേയൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയൊക്കെ എടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നിറയെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. എൻ്റെ പുതിയ വെറൈറ്റികളെല്ലാം നല്ലവണ്ണം വരുന്നുണ്ട്. ഇത് കണ്ട, ഇന്ന് വിരിഞ്ഞതാണ് പീക്ക് ഓഫ് പിങ്ക്. ഞാൻ സെയിലാക്കിയതിന് ശേഷം വിരിഞ്ഞതാണ്. കണ്ട, എന്ത് വലിയ പൂവാണ്. ഇത്രയും ഹൈറ്റിനേ വന്നിട്ടുള്ളൂ. കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ വച്ചിട്ട്. കണ്ട, പീക്ക് ഓഫ് പിങ്കാണ്. എന്ത് ഭംഗി, നല്ല പൂവാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റികൾ വേണം നമ്മൾ വാങ്ങി വയ്ക്കാനായിട്ട്. ഇഷ്ടംപോലെ പൂ കിട്ടുകയും ചെയ്യും നമുക്ക്. അതുപോലെ ഓസ്ട്ര, കണ്ട, ഇതാണ്. അയ്യോ, ഓസ്ട്ര അല്ലല്ലോ, ഇതെന്താ മറന്നുപോയി കേട്ടോ. കൊളറാട്ട, പർപ്പിൾ കൊളറാട്ട. ഇത് സബ്സ്റ്റൂണ്, എല്ലാം ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്നതാണ് സബ്സ്റ്റൂണ്. ഇത് ഓസ്ട്രയാണ്. ഇത് സെയിലായി കിടക്കുകയാണ്, നാളെ അയക്കണം. ഇത് കിലാർഗോയില, മൈക്രാന്ത ബ്ലൂ, പിന്നെ ബ്ലൂ വിസിൽ. അങ്ങനെ ഈ വൈറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണത്, അങ്ങോട്ട് നിൽക്കുന്ന വൈറ്റ് നാക്വാങ്ക്. എനിക്കത് സെയിലായെങ്കിൽ ഒരു വലിയ ടബ് കിട്ടും എനിക്ക്, താമര വയ്ക്കാമായിരുന്നു. അങ്ങനെ അപ്പോൾ അത്, പിന്നെ അതുപോലെ പാപ്രോൺ പിങ്ക് ഞാൻ സെയിലാക്കി കഴിഞ്ഞതിന് ശേഷം, ട്യൂബർ കിട്ടിയതിന് ശേഷം എടുത്ത് വെച്ചതുണ്ട്. ഇന്ന് ചെറിയൊരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്, പാപ്രോൺ പിങ്ക്. ഇതിൻ്റെയൊക്കെ ഒന്നുകൂടെയൊക്കെ ആവുന്ന ടൈമിൽ ഞാൻ കൊടുക്കും. പിന്നെ കിലാർഗ ഉണ്ട്, ഇസ്ലാം മൊറാഡ, അങ്ങനെയെല്ലാം. പിന്നെ ഇതും സെയിലിനായിട്ട് ഇട്ടേക്കുവാണ്. ഇത് ബ്ലൂ ഡ്രീം എന്നുള്ളതാണ്. ഇത് 2 ഫ്ലവറുണ്ട്. ഒരു ബഡ് വരുന്നുണ്ട്. സെയിം പ്ലാന്റാണ് കൊടുക്കാനിട്ടേക്കുന്നത്. 275 രൂപയാണ്. അതുപോലെ തന്നെ ഇതും ബ്ലൂ ഡ്രീം തന്നെയാണ്. നല്ല ഫ്ലവറാണ്, നല്ല കടുത്ത വയലറ്റ് കളറാണ്, നല്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി, നാളെ തന്നെ അയച്ചു തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് എത്ര സ്ഥലമില്ലെങ്കിലും ഇങ്ങനെ ഒരാൾ ഒരു പേരയുടെ ഒരു ഇതിട്ടപ്പോഴത്തേക്ക് എനിക്ക് വേണമെന്ന് തോന്നി കേട്ടോ. സ്ഥലമില്ല, ഇങ്ങനെ ടബ് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ അതിൽ ഹോളിടാതെയാണ് ഞാൻ വച്ചേക്കുന്നത്. മഴ ടൈമാണെങ്കിൽ പോയത് തന്നെ. അപ്പോൾ അങ്ങനെ വാങ്ങി. അതിനകത്ത് കായൊക്കെ നിൽക്കുന്നത് കണ്ടാണ് വാങ്ങിയത്. കായില്ല, ഇത് പൈസ തന്നിട്ട് കായില്ല. പൂവിൻ്റെ മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. ഇന്നലെ ഒരെണ്ണം വിരിഞ്ഞു, അങ്ങനെ പോയി. ഇന്നിതാ, എന്ത് ഭംഗിയല്ലേ എൻ്റെ പൂ കാണാൻ, ഇങ്ങനെ വന്ന് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി വാങ്ങി വെച്ചതാണ്. എന്താവുമെന്ന് അറിയില്ല, സ്ഥലമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കളയുക. പിന്നെ നമ്മളെ കുടമില്ല കണ്ടില്ലേ, എന്നാ അടുത്തൊരു ബഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്യൂബറാകുന്ന ടൈമിൽ ഞാൻ സെയിൽ ചെയ്യും. അതുപോലെ കിവി എല്ലാവരും വാങ്ങി വയ്ക്കണം കേട്ടോ. ഇഷ്ടംപോലെ ബഡാണ്, ഒരു റണ്ണർ പോലും എടുക്കാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജാണ്, അത്രയ്ക്കും ബഡുണ്ട് അതിനകത്ത്. ഇത് സെറ എന്നുള്ള വെറൈറ്റിയാണ്. സെറ നല്ല റെഡ് കളറാണ്. അതിൻ്റെ ബഡ് കണ്ട കറുകറായിരിക്കുന്നു, കറുത്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ എണ്ണത്തിൽ. ഇത് മിസ് കേരള ഇത്രയും വന്നിട്ടുള്ളൂ. പക്ഷേ 2 ബഡ് വന്ന്, 2 വിരിഞ്ഞു, 2 അമ്പലത്തിൽ കൊടുക്കാൻ പറ്റി. ഇതിൻ്റെ വെറൈറ്റി എഴുതിയിട്ടില്ല. ഇനി ത്രിവേണിയാണോ എന്നറിയില്ല, പണ്ടത്തത് തന്നെയാണോ എന്തോ, ഒന്നുകൂടെ അത് ക്ലീൻ ചെയ്തപ്പം ക്ലിയറായിട്ട് വന്നതാണോ എന്ന് അതറിയില്ല. അങ്ങനെ മിക്കവാറും എല്ലാത്തിലുമൊക്കെ ബഡും വന്നു തുടങ്ങി, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് അവിടെ AW7 വൈറ്റാണ്. ഒരു ഫ്ലവർ പോയിട്ട് അടുത്തത് ബഡ് വന്ന് നിൽപ്പുണ്ട്. പിന്നെ അങ്ങനെ കുറേ വെറൈറ്റികൾ എഴുതാതെ ഉണ്ട് കേട്ടോ, ഏതൊക്കെയോ ഇതിൽ എഴുതാതെ ഉണ്ട്.
അപ്പോൾ ഇനി എല്ലാത്തിലും ഫ്ലവർ വന്ന ശേഷം ചോദിച്ച് എല്ലാം എഴുതണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്. ഇതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം കാണാം. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നതേ, ഇനി കൂടുതലും നമ്മൾ ബോഗൺവില്ല ഒരുപാട് പൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ആയിരിക്കും എൻ്റെ വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. നല്ല ഭംഗിയിലൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.